ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കൊടൈക്കനാൽ വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ. നല്ല രസമായിരുന്നു രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂസ്. ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആദ്യത്തെ ദിവസം നമുക്ക് ദോശയും പിന്നെ ഇടിയപ്പം കൊണ്ട് ഉപ്മാവ് പോലൊരു സാധനമായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ചായ, കോഫി അങ്ങനെ. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി റെഡിയായി. എന്നിട്ട് അന്നത്തെ ഒരു കുറച്ച് പ്ലേസസ് നമ്മൾ നോക്കി വെച്ചു കാണാനായിട്ട്. എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല, വേദമുള്ളതുകൊണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി രാവിലെ. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ബ്രയൻ പാർക്കായിരുന്നു. ഇത് ജസ്റ്റ് ഒരു ഗാർഡൻ ടൈപ്പ് ഓഫ് ഒരു പാർക്കായിരുന്നു. ലൈക്ക് നമ്മുടെ ബാംഗ്ലൂരിലുള്ള കബൺ പാർക്കൊക്കെ പോലെ നമുക്ക് ചുമ്മാ നടന്ന് ചുറ്റിക്കറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം, അങ്ങനെയായിരുന്നു. പാർക്കൊക്കെ കണ്ടപ്പോൾ വേദാത്മന് ഓടിക്കളിക്കാനൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങളവിടെ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പോകുന്ന സമയം വിൻ്റർ കഴിഞ്ഞൊരു സമയവും പിന്നെ സ്പ്രിങ് സ്റ്റാർട്ടാവാത്തൊരു സമയമായിരുന്നു. അപ്പം അങ്ങനെ മരത്തിലൊക്കെ ഇലകളൊക്കെ കുറവായിരുന്നു, എല്ലാം ഇങ്ങനെ ബ്രാഞ്ച് മാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് ആ സമയമാകുമ്പം നല്ല രസമായിരിക്കും ഈ പാർക്ക് കാണാൻ. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഞങ്ങൾ നടന്നപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് സിമിലർ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. അവിടെ ജസ്റ്റ് ഞങ്ങളൊന്ന് കറങ്ങി കണ്ടിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, പിന്നെ റോസ് ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആക്ച്വലി ഫ്ലവേഴ്സ് ഇല്ലായിരുന്നു, കുറവായിരുന്നു. നമ്മൾ പോയ സമയത്തിൻ്റെ ആയിരിക്കും, പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ ഓവറോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഈ ബ്രയൻ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞൊരു പാത്ത് വേ. അവിടെയും ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് നല്ലൊരു ഹൈറ്റിൽ നിന്ന് ഉള്ളൊരു വ്യൂ പോയിൻ്റ് കിട്ടും. ഇവിടെ ജസ്റ്റ് ഞങ്ങൾ എൻഡ് വരെ പോയില്ല, ഞങ്ങൾ പകുതി വരെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്.
ഞാനൊരു മട്ടൻ ബിരിയാണി, അമ്മയും അച്ഛനും ഒരു ചിക്കൻ ബിരിയാണി, അരവിന്ദേട്ടനും ഒരു മീൽസുമാണ് പറഞ്ഞ്. അതിൻ്റെ കൂടെ അവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കറണ്ടി ഓംലെറ്റും പിന്നെ ഒരു ചിക്കൻ പെപ്പർ ഫ്രൈ അതും കൂടെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലേക്കിലേക്കാണ് പോയത്, കൊടൈക്കനാൽ ലേക്ക്. ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും ഓപ്റ്റ് ചെയ്തില്ല. വേദാത്മം കുറച്ചും കൂടെ വലുതായിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബോട്ട് റൈഡിനാണ് പോയത്. വേദുവിന് 1.5 വയസ്സായുള്ളൂ. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു 6 മെമ്പേഴ്സ് പോകാൻ പറ്റുന്ന വലിയ ബോട്ട് എടുക്കാൻ പറ്റുള്ളൂ, പെഡൽ ബോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളങ്ങനെ അതെടുത്തു. ഞങ്ങളെല്ലാവരും ഒരേ ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദു ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി ബോട്ട് റൈഡിന് പോകാനായിട്ട്. ബോട്ട് റൈഡ് ആക്ച്വലി അവർ പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. 6 ആൾക്കാർ പോകുന്ന ബോട്ടിന് 1000 ആണ് റേറ്റ് വരുന്നത്. പക്ഷെ 20 മിനിറ്റ്സ് ഒന്നും കൊണ്ടുപോയില്ല. കുറച്ച് നേരം പോയിട്ട് അവർ വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പോണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞ് നമ്മളെ കൊണ്ടുവിട്ടു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് വേദു തന്നെയാണ് ബോട്ട് റൈഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ നടന്നു പോകുന്നത് കൊടൈക്കനാലിൽ ഫേമസ് ചോക്ലേറ്റ്സ് വാങ്ങിക്കാനായിരുന്നു. പാർക്കിംഗ് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെച്ച് നടന്നു പോയി വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ മെൽറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൽ നിന്നാണ് ഞങ്ങൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചത്. അവിടെ നിന്നൊരു ഹോട്ട് ചോക്ലേറ്റും ട്രൈ ചെയ്തു. എല്ലാം കൊള്ളായിരുന്നു. നമ്മൾ നോർമൽ വാങ്ങിക്കുന്ന ചോക്ലേറ്റ്സ് പോലെ അല്ലായിരുന്നു, കുറച്ചും കൂടെ പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സ് ആയിരുന്നു. സെക്കൻഡ് ഡേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു, ഡിന്നർ കഴിച്ച് ഉറങ്ങി. പിന്നെ ഇത് 3rd ഡേയുടെ വീഡിയോ ആണ്. 3rd ഡേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ഡേ ആയിരുന്നു. ആസ് യൂഷ്വൽ രാവിലെ റെഡിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നൊരു ഡിഫറെൻറ്റ് മെനു ആയിരുന്നു. സൗത്ത് ഇന്ത്യൻ തന്നെ പൂരിയും ഇഡ്ഡലിയും പിന്നെ അതിൻ്റെ കറീസായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ റെഡിയായി ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എന്നിട്ട് ഇറങ്ങി. പിന്നെ പോകുന്ന വഴി ഞങ്ങൾ കുറച്ച് ഫ്രഷ് ക്യാരറ്റ്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ലാഭമില്ല, പക്ഷേ എന്നാലും കുറച്ച് ഫ്രഷായിട്ടുള്ള വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ മധുരയിൽ നിന്ന് ലഞ്ചും കഴിച്ചു. പിന്നെ മധുരൈ ജിഗർതണ്ട ഒക്കെ ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. പിന്നെ വരുന്ന വഴി ഈ സൂര്യകാന്തി പാടത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ വീടെത്തി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രാവൽ റിലേറ്റഡ് വ്ളോഗ്സൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ
എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും ഞങ്ങൾ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.